ഹായ് മക്കളെ, ന്യൂട്രൻസിന്റെ USS എക്സാം സ്പെഷ്യൽ സീരീസിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ US എക്സാമിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പ്രിപ്പറേഷൻ ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ ഈ ഒരു എക്സാം സ്പെഷ്യൽ സീരീസിൽ 2 ക്ലാസ്സുകൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും. കാണാത്ത ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ആ ഒരു ക്ലാസ്സുകൾ കാണുക. ഇന്നത്തെ ഈ ഒരു സോഷ്യൽ സയൻസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ. നമ്മുടെ ഇത്തവണ USS നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൽ ന്യൂ പാറ്റേണിലുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സോഷ്യൽ സയൻസിന്റെ സെക്ഷനിൽ നിന്ന് കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നു കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസർ ടൈപ്പ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പിന്നെ അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ സെക്ഷനിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കറക്റ്റ് പഠിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോളണം. ഓരോ സെക്ഷനും അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോഴും നിങ്ങൾ ക്ലാസ് ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ നിങ്ങൾക്ക് സ്വയം പറയാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കണം കേട്ടോ. ഓക്കെ, സോ ഒട്ടും സമയം കളയാതെ ഫസ്റ്റത്തെ ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ചോദ്യം ഇതാണ്: ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഏതൊക്കെയാണ് എന്നുള്ളത്. ലാറ്റിറ്റ്യൂഡ് അഥവാ അക്ഷാംശം, ഫിസിയോഗ്രഫി ഭൂപ്രകൃതി, പ്രോക്സിമിറ്റി ടു ദ ഓഷ്യൻ എന്ന് വെച്ചാൽ സമുദ്ര സാമീപ്യം, അതേപോലെ കളർ ടു ദ അല്ലെങ്കിൽ കളർ ഓഫ് ദ സോയിൽസ് മണ്ണിന്റെ നിറം. ഇതിലേതാണ് ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ആ ഒരു ഘടകങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്നുള്ളത്. നമ്മൾ പഠിക്കാത്ത ഒരൊറ്റ ഫാക്ടർ അതിലുള്ളൂ, അതാണ് ഏതാ കളർ ഓഫ് ദ സോയിൽ. അത് നമ്മൾ പഠിച്ചിട്ടില്ല. സോ ഇവിടെ ഈ ഡി ഓപ്ഷൻ വരാനായിട്ട് സാധ്യതയില്ല. ബാക്കി എല്ലാം കറക്റ്റ് ആണ്. എയും ശരിയാണ്, ബിയും ശരിയാണ്, സിയും ശരിയാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷൻ ആയിരിക്കുള്ളൂ. ABC ശരിയാണ് എന്നുള്ളതായിരിക്കുള്ളൂ. കിട്ടിയല്ലോ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു പെട്ടെന്ന്. ഓക്കെ, യെസ്, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കി എഴുതി വെച്ചേക്കണം കേട്ടോ, അറിയാത്ത ചോദ്യങ്ങളാണെങ്കിൽ. ഇതാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ ക്ലൈമറ്റ് ഓഫ് ഏരിയ. ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, ഫിസിയോഗ്രഫി, പ്രോക്സിമിറ്റി ടു ദ ഓഷ്യൻ, വിൻഡ്. ഓക്കെ, മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷാംശം, ഉയരം, സമുദ്ര സാമീപ്യം, ഭൂപ്രകൃതി, കാറ്റുകൾ, ഇതൊക്കെയാണ് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അടുത്തത് ആസിഡ് ട്രെയിനെ കുറിച്ചിട്ടുള്ള ചോദ്യം. ആസിഡ് ട്രെയിനിൽ ഒന്നാമത്തെ പോയിന്റ്: It is formed when polluted gas mixed with rain water. മലിനമായ വാതകങ്ങൾ മഴവെള്ളവുമായി കലരുമ്പോഴാണ് ഇത് രൂപം കൊള്ളുന്നത്. 2, its pH value is less than 5. 5 കുറവാ, കാര്യം ആസിഡൊക്കെ അങ്ങനെയാണ് കേട്ടേക്കുന്നത്. അടുത്തത് പ്യുവർ വാട്ടർ ഹാസ് ദ pH of 7. It improves the soil fertility. ഇത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുത്തുന്നു. അങ്ങനെ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. ഇറ്റ് ഇംപ്രൂവ്സ് ദ സോയിൽ ഫെർട്ടിലിറ്റി എന്നുള്ളത് നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല. എയും ബിയും സിയും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സി ഓപ്ഷനാണ്. അതായത് എ ശരിയാണ്, ബി ശരിയാണ്, സി ശരിയാണ്. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കൂട്ടുന്ന കാര്യം നമ്മൾ എവിടെ എന്ത് ചെയ്തിട്ടില്ല, കേട്ടിട്ടില്ല. ഇതാണ് ആസിഡ് ട്രെയിനിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് കട്ടിങ്. ഇത് എന്തിനാണ് കാണിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സെക്ഷനിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് കട്ടിങ്ങൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് കട്ടിങ്ങിൽ ഒരു സെന്റൻസ് എടുത്തിട്ട് 4 ഓപ്ഷൻ ആക്കുമായിരുന്നു. ഇപ്പോൾ ഈ ഒരു പാരഗ്രാഫ് എടുത്തിട്ട് അതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ചോദിക്കാനായിട്ട് എളുപ്പമാണ്. അതിൽ നിന്ന് ഒരെണ്ണം തെറ്റിച്ചിടാനും എളുപ്പമായിരിക്കുള്ളൂ. സോ ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം എന്തായാലും പഠിക്കുന്ന സമയത്തെ. സോ ആസിഡ് ട്രെയിൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാവരും. തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ് ടു ദ ഖാരിഫ് ക്രോപ്പ്? താഴെ പറയുന്നവയിൽ ഖാരിഫ് ക്രോപ്പ് ഏതാണ്? അപ്പോൾ അതിന് മുൻപായിട്ട് ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ഈ കാണുന്ന പേജിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്. ഖാരിഫ് റാബി സെയ്ദ്. ഇതിൽ കറക്റ്റ് ആയിട്ട് നോക്കിയേക്കാം. ഖാരിഫ് ക്രോപ്സ് ഏതൊക്കെയാ പറഞ്ഞിട്ടുണ്ട്: പാഡി, കോട്ടൺ, ജ്യൂട്ട്, ജോവർ, ബജ്റ, ടർ. ഇതൊക്കെയാണ് ഖാരിഫ് ക്രോപ്പ് ആയിട്ട് പറയുന്നത്. റാബി ക്രോപ്പിൽ വരുന്നതാണ് ഏതൊക്കെയാ പറഞ്ഞിട്ടുണ്ട്: വീറ്റ്, പൾസസ്, മസ്റ്റാർഡ്. ഇതൊക്കെയാണ് അതിൽ വരുന്നതെന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. സോ കണ്ടല്ലോ. ഇനി തൊട്ട് മുകളിലുള്ള ഈ ഒരു ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കി. യെസ്, പറ്റും എന്തായാലും. അപ്പൊ ഇതിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇതിൽ വീറ്റ് എന്ന് പറയുന്നത് ഞാൻ പഠിച്ചു റാബി ക്രോപ്പ് ആണ്. ബാക്കി എല്ലാം പഠിച്ചത് ഖാരിഫ് ക്രോപ്പ് ആയിട്ടാ. സോ 1ഉം ശരിയാണ്, 2ഉം ശരിയാണ്, 4ഉം ശരിയാണ്. നമ്മുടെ ഓപ്ഷൻ എ ഓപ്ഷൻ എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തെറ്റും. കാര്യം എന്താ, ഇവിടെ വിച്ച് ക്രോപ്പ് ബിലോങ്സ് ടു ഖാരിഫ് ക്രോപ്പ് എന്നാ പറഞ്ഞേക്കുന്നത്. ഏതാണ് ഖാരിഫ് വിളകളിൽ പെടുന്നത് എന്നാ ചോദിച്ചേക്കുന്നത്. ഇത് ഇൻകറക്റ്റ് ആണെന്നല്ലേ തന്നേക്കുന്നത്. എ ഓപ്ഷനിൽ ഇൻകറക്റ്റ് ആണെന്നല്ലേ തന്നേക്കുന്നത്. ഇതേപോലെ ശ്രദ്ധയില്ലാണ്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് പോകും. കാര്യം ഇതൊരു OMR എക്സാം ആയതുകൊണ്ട് ബബിൾ ചെയ്ത സാധനം തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റൂല, ബബിൾ ചെയ്യാൻ പറ്റൂല. എക്സാം ആണെങ്കിൽ നമുക്ക് വെട്ടി എഴുതാൻ പറ്റും, പക്ഷെ ഇതിൽ അങ്ങനെ പറ്റൂല. സോ നമ്മൾ എന്തോരം ശ്രദ്ധിച്ച് എഴുതുന്നുണ്ട്, ഒരു കുട്ടിയുടെ റീഡിങ് സ്കില്ല്, ലിസണിങ് സ്കില്ലൊക്കെ എന്തോരം ഉണ്ട് എന്ന്, കോൺസെൻട്രേഷൻ സ്കില്ലൊക്കെ എന്തോരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ എ ഓപ്ഷൻ കണ്ടപ്പോൾ തന്നെ ചാടിക്കേറി എഴുതിയേക്കരുത്. കാര്യം 1 to 4 ഇൻകറക്റ്റ് ആണ്. 1 to 4 ശരിക്കും കറക്റ്റ് എന്നാണ് വരേണ്ടത്. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അവിടെ സി ഓപ്ഷൻ ആയിരിക്കുള്ളൂ. 1 to 4 ആർ കറക്റ്റ്. ഓക്കെ,
ഇപ്പോൾ ഓൾറെഡി ഒരു പേപ്പറിൽ ആൻസർ എഴുതാനായിട്ട് കുറച്ച് പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവര് എഴുതി നോക്കിയതിൽ കുറച്ച് പേര് ഇപ്പൊ തന്നെ ഓൾറെഡി ചിലപ്പോൾ എ ഓപ്ഷൻ ഒക്കെ എഴുതിയവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഇങ്ങനെ കാണിച്ചു തരാൻ കാര്യം ഇതേ രീതിയിൽ നമുക്ക് മിസ്റ്റേക്സ് സംഭവിക്കാം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടേബിളും അതേപോലെ ഈ സെന്റൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചേക്കണം കേട്ടോ. അടുത്തത് നമ്മൾ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇതിൽ സ്ട്രാറ്റോസ്ഫിയറിന്റെ കേസ് എടുക്കുക. ഓസോൺ പാളി കാണുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്, ഞാൻ പഠിച്ചിട്ടുണ്ട്, ശരിയാണ്. 2, സ്ട്രാറ്റോസ്ഫിയർ പ്രൊട്ടക്ട് ദ ലൈഫ് ഓൺ ദ എർത്ത് ബൈ ബ്ലോക്കിംഗ് ഹാർംഫുൾ അൾട്രാവയലറ്റ് റേസ്. ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞുകൊണ്ട് സ്ട്രാറ്റോസ്ഫിയർ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചു നോക്കി, ഇതിലത്തെ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് കാണാൻ പറ്റും. കാര്യം ഈ പറഞ്ഞ സ്ട്രാറ്റോസ്ഫിയറിനെ പറ്റിയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പ്രോപ്പറായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും ഇതിലത്തെ 2 സ്റ്റേറ്റ്മെന്റും ശരിയാ. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ കൊടുക്കണ്ടേ? ക്വസ്റ്റിന്റെ സൈസ് കണ്ടിട്ട് പേടിക്കണ്ട, നമ്മൾ പഠിച്ച സാധനം ഇതേപോലെ 2 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. എ സ്റ്റേറ്റ്മെന്റും ശരിയാണ്, ബി സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അതായത് 1ഉം 2ഉം കറക്റ്റ് ആണ്. നമ്മുടെ ഓപ്ഷൻ കറക്റ്റ് എ എന്നായിരിക്കുള്ളൂ വരുന്നത്. ശരിയായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ കൂടെ പിടിച്ചോളണോട്ടാ. ഡൗട്ട് ഉള്ള സെക്ഷൻസ് ആണെങ്കിൽ 1ഓ 2ഓ പ്രാവശ്യം വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്, ചിലപ്പോൾ ഇതേ രീതിയിൽ വരുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. അടുത്തത് ഇതേപോലെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ ഓരോന്നും വായിച്ചു നോക്കണം. എത്ര കിലോമീറ്റർ, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം പക്കയായിട്ട് നോക്കിക്കൊള്ളണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഗ്രീൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട നമ്മൾ 7ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഗ്രീൻ റവല്യൂഷന്റെ ബെനിഫിറ്റ്സ്, ലിമിറ്റേഷൻസ്, MS സ്വാമിനാഥൻ, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ഉള്ളിൽ നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കി. ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ വാസ് ദ ഫസ്റ്റ് മോസ്റ്റ് സക്സസ്ഫുൾ ഇൻ ഇൻക്രീസിംഗ് വീറ്റ് പ്രൊഡക്ഷൻ. ഇന്ത്യയിലെ ഹരിത വിപ്ലവം ഗോതമ്പ് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും വിജയകരമായിരുന്നു ആദ്യഘട്ടത്തിൽ. സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് തന്നേക്കുന്നത് ഡ്യൂ ടു ദിസ് ദ ഗ്രീൻ റവല്യൂഷൻ ഈസ് ഓൾസോ നോൺ ആസ് വീറ്റ് റവല്യൂഷൻ. ഈ കാരണത്താൽ ഹരിത വിപ്ലവത്തെ ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെട്ടിരുന്നു. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടേ, ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. എയും ശരിയാണ്, ബിയും ശരിയാണ്. ഓക്കെ, കാര്യം ഗ്രീൻ റവല്യൂഷന് ഫസ്റ്റ് സ്റ്റേജിൽ വീറ്റ് പ്രൊഡക്ഷൻ ആണ് കൂടിയത്, ഗോതമ്പ് ഉൽപാദനമാണ് കൂടിയത്. അതുകൊണ്ട് തന്നെ ഇതിന് എന്തെന്ന് വിളിക്കാറുണ്ട്? ഗോതമ്പ് വിപ്ലവം എന്നും ഇതിനെ വിളിക്കാറുണ്ട്. കഴിഞ്ഞു. ഓക്കെ, അടുത്തത് ഗ്രീൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ടേബിൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ തന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് നോക്കി വായിച്ചോളൂ കേട്ടോ. ഓക്കെ, അടുത്തത് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. അപ്പുറത്ത് തന്നേക്കുന്നു ഓസോൺ ലെയർ, വെതർ ഫിനോമിന, മെറ്റിയോർസ് ബേൺ, അതേപോലെ ട്രാൻസ്മിഷൻ. ഇതേപോലെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാ കറക്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയറിന്റെ ആ ഒരു ടേബിൾ നിങ്ങൾ പക്കയായിട്ട് നോക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ സിമ്പിൾ ആയിട്ട് എത്താൻ പറ്റും. ട്രോപ്പോസ്ഫിയർ, അതായത് ട്രോപ്പോസ്ഫിയറിലാണ് നമ്മുടെ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം കാണുന്നത്, വെതർ ഫിനോമിനാസ് കാണുന്നത്. 2, സ്ട്രാറ്റോസ്ഫിയറിലാണ് തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ചു ഓസോൺ പാളി കാണുന്നത്. ഇനി മിസോസ്ഫിയറിലാണ് ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത്, മെറ്റിയോർസ് ബേൺ. അടുത്തത് തെർമോസ്ഫിയറിലാണ് റേഡിയോ വേവ് ട്രാൻസ്മിഷൻ. സോ A2, B1, C3, D4. നമ്മുടെ ആൻസർ എ ഓപ്ഷൻ ആയിരിക്കുള്ളൂ. ക്ലിയർ ആണല്ലോ? വേറെ ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ആ ഒരു ടേബിൾ പക്കയായിട്ട് ഇതേപോലെ നോക്കി വെച്ചേക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യനുകളൊക്കെ ഡെയിലി നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഡെയിലി നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നു. നമ്മുടെ എർത്തിന്റെ ഡിഫറെന്റ് ലെയേഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ക്രസ്റ്റ്, മാന്റില്, കോർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ക്രസ്റ്റ്, മാന്റില്, കോറ്, അസ്തനോസ്ഫിയർ. അപ്പോൾ ക്രസ്റ്റ് ഏതാ? വേഗം എല്ലാവരും ഒന്ന് ആൻസർ എഴുതാൻ പറ്റുമോ നോക്കി. ഓക്കെ, ആൻസർ എഴുതിയിട്ടുണ്ടാവും. ഇതിൽ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ക്രസ്റ്റ് ആണെങ്കിൽ ഔട്ടർ മോസ്റ്റ്, ഏറ്റവും പുറത്തെ പാളിയാണ്. മാന്റിലാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്നത് അവിടെ B3 ആയിരിക്കും. എക്സ്റ്റെൻഡ് അപ് ടു 2900 കിലോമീറ്റർ ആയിരിക്കും. കോർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് ദ നിക്കൽ ആൻഡ് അയൺ. പിന്നെ ഏറ്റവും ലാസ്റ്റ് അസ്തനോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ അതൊരു മോൾട്ടൺ സ്റ്റേജ് അഥവാ ഉരുകിയ അവസ്ഥയിലായിരിക്കുള്ളൂ കാണപ്പെടുന്നത് കേട്ടോ. നമ്മുടെ ആൻസർ കറക്റ്റ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതേപോലെ ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. ആ ഒരു ടേബിളിന്റെ അകത്ത് ഒന്നിലധികം ഫാക്ടുകൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ടാകും. ഇതേപോലെ പക്കയായിട്ട് പഠിച്ചാലേ ആ സെക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ടേബിൾ ക്രസ്റ്റ്, മാന്റില്, കോറ് ഇതെന്തായാലും എക്സാമിന് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. കാര്യം ഉറപ്പാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇത്തവണത്തെ US എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് മാർജിനലൈസേഷൻ, 11ാമത്തെ ചാപ്റ്ററിൽ വരുന്ന കണ്ടന്റ്. ചിലപ്പോൾ പഠിച്ചെത്തിയിട്ടുണ്ടാവില്ല, പക്ഷെ നമുക്ക് എക്സാമിന് ആ ഒരു ടോപ്പിക് എന്തായാലും ഉണ്ടാകും. അരികവൽക്കരണം, ഡെലിബറേറ്റ് മാർജിനലൈസേഷൻ എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഡെലിബറേറ്റ് മാർജിനലൈസേഷൻ
എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബോധപൂർവമായ അരികുവൽക്കരണത്തിന് എക്സാമ്പിൾ ഫുൾ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക. ഒന്ന്, prejudicial excluding the certain social group on the base of their caste religion. മുൻവിധിയോടെ ചില സാമൂഹിക വിഭാഗങ്ങൾ അവരുടെ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒഴിവാക്കുന്നത്. ലോസ് ഓഫ് പ്രോപ്പർട്ടി ഡ്യൂ ടു നാച്ചുറൽ ഡിസാസ്റ്റർ, പ്രകൃതി ദുരന്തം മൂലം വസ്തുവകകൾ നഷ്ടപ്പെടുന്നത്. ഡിനൈങ് എംപ്ലോയ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഡിസ്പൈറ്റ് ഹാവിംഗ് ദ സ്കിൽസ്, കഴിവുകൾ ഉണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസവും നിഷേധിക്കുന്നത്. നോട്ട് പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റി ഡെസ്പൈറ്റ് ഹാവിംഗ് ദ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ ഉണ്ടായിട്ടും നൽകാതിരിക്കുന്നത്. ഇതിൽ ബോധപൂർവമായിട്ട് ഒഴിവാക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ബോധപൂർവമായിട്ടുള്ളതിൽ പെടുന്നതാണ് 1, 3, 4. കാരണം ഇത് ബോധപൂർവമായിട്ടുള്ളതിൽ പെടുന്നതല്ല. നമ്മൾ കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ കിട്ടും. പ്രകൃതി ദുരന്തം ബോധപൂർവം ഉണ്ടാക്കുന്നതാണോ? അല്ല. അതിലൂടെ വസ്തുവകൾ നഷ്ടപ്പെട്ട് ഈ പറഞ്ഞ അരികുവൽക്കരണം അഥവാ മാർജിനേഷൻ സംഭവിക്കുന്നത് ബോധപൂർവം അല്ല. സോ 1, 3, 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മുടെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത് ബി ഓപ്ഷൻ ആണ് കേട്ടോ വരുള്ളൂ. അതെ, ബി ഓപ്ഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതേപോലെ വേണം ആൻസറിലോട്ട് എത്താൻ. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇതും ക്രസ്റ്റ് മാൻഡിൽ കോറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നില്ല, വായിച്ച് നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ബി സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്തത്, നേരത്തെ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് തന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ, അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്ലൈമറ്റ് ഓഫ് എ റീജിയൻ, അത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. ലാറ്റിറ്റ്യൂഡ്, അതേപോലെ ടോപ്പോഗ്രഫി, ആൾട്ടിറ്റ്യൂഡ്, നിയർനെസ് ടു ദ സീ. ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയുന്നത് 2, 3, 4 ഇത് കറക്റ്റാ. കാര്യം ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റിൽ അവിടെ ക്ലോത്തിങ് ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും വരാനായിട്ട് ചാൻസ് ഇല്ല. ബാക്കി 2ഉം 3യും അതേപോലെ തന്നെ 4ഉം സ്റ്റേറ്റ്മെന്റ് അവിടെ കറക്റ്റ് ആയിട്ടാണ് തന്നേക്കുന്നത് കേട്ടോ. ഓക്കെ, 2, 3, 4 ആർ കറക്റ്റ് എന്നുള്ള ഓപ്ഷനെ അവിടെ വരുള്ളൂ. ഓക്കെ, ഡി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. കാരണം അതിലാണ് 2, 3, 4 ആർ കറക്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം. ഇതിൽ they are false, they are true, they are false, they are true ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചില്ല എന്നുണ്ടെങ്കിൽ തെറ്റായിട്ട് ബബിൾ ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നോക്കിയിരുന്നേ കേട്ടോ. പിന്നെ നമ്മൾ ഓരോ ഞായറാഴ്ചകളിലും നമ്മൾ OMR മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട് നമ്മുടെ ചാനൽ വഴിയായിട്ട്. അപ്പോൾ പേപ്പർ 1ന്റെയും പേപ്പർ 2ന്റെയും സെപ്പറേറ്റ് ആയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യാറുള്ളത്. ഇതുവരെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തേക്കുന്ന പോൾസ് ആയാലും എക്സാംസ് ആയാലും ഇനി നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. നമ്മൾ അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ എഫേർട്ട് എടുക്കണം എന്ന് മാത്രം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. USന്റെ ക്ലാസ്സുകൾ നമ്മൾ ലൈവായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലൈവ് ക്ലാസ്സുകളായിട്ട് തന്നെ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത്, which of the following method is used to understand the interior of the earth? ഭൂമിയുടെ ഉൾഭാഗത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന രീതികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഉൾഭാഗത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള രീതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. സ്റ്റഡി ഓഫ് വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ കുറിച്ചുള്ള പഠനം. ഖനികളിൽ ശേഷിച്ച വിവരങ്ങൾ, ഇൻഫോർമേഷൻ കളക്ടഡ് ഫ്രം ദ മൈൻ. അനലൈസിംഗ് ദ എർത്ത്ക്വേക്ക് വേവ്സ്, ഭൂകമ്പ തരംഗങ്ങളുടെ വിശകലനം. സാറ്റലൈറ്റ് ഇമേജസ് ഓഫ് ദ എർത്ത് സർഫസ്, ഭൂമിയുടെ ഉപരിതലത്തിലെ ഉപഗ്രഹ ചിത്രങ്ങൾ. ഇതിൽ ഏതാണ് എന്നാ ചോദിച്ചേക്കുന്നത്. ശ്രദ്ധിച്ച് വായിച്ചു നോക്കി ഇതിൽ ഏതാണെന്നുള്ളത്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഡി ഓപ്ഷനെ പറ്റിയിട്ട് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ഭൂമിയുടെ ഉൾഭാഗത്തെ കുറിച്ചിട്ട് അറിയാനായിട്ട് പറ്റുമോ? ഇല്ല. സോ ഡി ഓപ്ഷൻ വരാനായിട്ട് ചാൻസ് കുറവാണ്. നമ്മൾ കോമൺ സെൻസ് വെച്ച് വായിച്ചു നോക്കിയാൽ തന്നെ കിട്ടും എന്തായാലും. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എയും ബിയും സിയും തന്നെയാണ്. Okay, by examining the material that reaches the earth's surface through the volcanic eruption, from the information collected from the mine, by analyzing the motions of the wave generated during the earthquake. ഈ പറയുന്ന കാര്യങ്ങളിലൂടെയാണ് അതിലോട്ട് എത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. അടുത്തത്, വിച്ച് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ എർത്ത് ക്രസ്റ്റ് ആർ കറക്റ്റ്? അതായത് ഭൂവൽക്കത്തെ കുറിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ വീണ്ടും വായിച്ച് ടൈം കളയുന്നില്ല, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് നമ്മൾ ക്രസ്റ്റ് മാൻഡിൽ കോർ എന്ന് പറഞ്ഞിട്ട് അത് ബേസ് ചെയ്തിട്ട് തന്നെ 3 ക്വസ്റ്റ്യൻസ് ആയിട്ട് പോകും. അപ്പോൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവും എല്ലാവരും. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാ ചോദിച്ചേക്കുന്നത്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഔട്ടർ മോസ്റ്റ് ലെയർ ക്രസ്റ്റ് കറക്റ്റാ, മിസ്റ്റേക്ക് ഒന്നുമില്ല. കൺസിസ്റ്റ് ഓഫ് കോണ്ടിനെന്റൽ ഓഷ്യാനിക്, കുഴപ്പമൊന്നുമില്ല. ഓഷ്യാനിക് ക്രസ്റ്റ് ഈസ് തിക്കർ ദാൻ കോണ്ടിനെന്റൽ ക്രസ്റ്റ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് സോളിഡ് റോക്സ്. ഇതിൽ സി സ്റ്റേറ്റ്മെന്റ് റോങ് ആയിരിക്കുള്ളൂ. കാരണം ഓഷ്യാനിക് ക്രസ്റ്റിന് കട്ടി കുറവായിരിക്കും ഏതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കട്ടി കുറവായിരിക്കും. സോ അവിടെ ആൻസർ വരാനായിട്ടുള്ള ചാൻസ് എ, ബി, ഡി ആയിരിക്കുള്ളൂ. നോക്കാം, എയും ബിയും ഡിയും തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. ഓക്കെ, എയും ബിയും ഡിയും തന്നെയാണ്. കാര്യം സമുദ്ര ഭൂവൽക്കം കോണ്ടിനെന്റൽ ക്രസ്റ്റിനേക്കാൾ, അതായത് ഭൂഖണ്ഡ ഭൂവൽക്കത്തേക്കാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടി കുറവായിരിക്കുള്ളൂ എന്നാണ് ആൻസർ.
അടുത്തത് വിച്ച് ഗ്യാസസ് ആർ പ്രസന്റ് ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ. താഴെ പറയുന്നവയിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏതൊക്കെ വാതകങ്ങളാണ് കാണപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ വാതകങ്ങളാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യം വന്നേക്കുന്നത് കേട്ടോ. ഏതൊക്കെ വാതകങ്ങളാ? ഈ പറഞ്ഞേക്കുന്ന വാതകങ്ങൾ എല്ലാം ഉണ്ട്. ഇനി നോക്കി, നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, അതേപോലെ തന്നെ ഹൈഡ്രജൻ, ഈ പറഞ്ഞതെല്ലാം ഇല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന ഏതാ? ഡി ഓപ്ഷൻ ആണ്. ഓൾ ഓഫ് ദ എബവ് ആയിരിക്കുള്ളൂ അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ എല്ലാവരും കറക്റ്റ് ആയിട്ട് പോൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും കറക്റ്റ് ആയിട്ട്. പറഞ്ഞ കാര്യം മറക്കണ്ട, ഓരോ ക്വസ്റ്റ്യൻസും ഇതേപോലെ എഴുതി പോകാനായിട്ട് നോക്കണം കേട്ടോ. എല്ലാവരും ഓരോ ക്വസ്റ്റ്യൻസും ഇതേപോലെ എഴുതി പോകാനായിട്ട് നോക്കണം കേട്ടോ. ഇനി ഇതിന് ശേഷം നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ടുള്ളത് അതിൽ കാര്യം നമ്മുടെ സോഷ്യൽ ഇത്തവണ കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പണ്ട് ഒരു പഴയ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് 4 ഓപ്ഷനേ ഉള്ളൂ. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് വിച്ച് ബിഗാൻസ് ട്രയൽ ഓപ്പറേഷൻ റീസെന്റ്ലി ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട്. സമീപകാലത്ത് പ്രവർത്തനം ആരംഭിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിന്റെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. സിമ്പിൾ ആണല്ലോ, ഓൾറെഡി കുറെ പേർക്ക് അറിയായിരിക്കും. ഏതാ? ട്രിവാൻഡ്രം. ഓക്കെ, തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ, അടുത്തത് ദ യൂണിയൻ ഇന്ററിം ബഡ്ജറ്റ് 2024-25 വർഷത്തെ ആ ഒരു ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് ഇന്ത്യയിലെ ഏത് ധനകാര്യമന്ത്രി ആയിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് ധനകാര്യമന്ത്രി ആയിരുന്നു എന്ന് ചോദിച്ചാൽ ആരാ? നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി ആരാ സെൻട്രൽ ലെവലിൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സി ഓപ്ഷൻ ആണ് വരുന്നത്, നിർമ്മല സീതാരാമൻ. ഓക്കെ, അപ്പോൾ ഓൾറെഡി എല്ലാവരും എഴുതിയിട്ടുണ്ട്, വേറെ ഡൗട്ട് ഒന്നും അതിൽ വരാനില്ല. ഓക്കെ, അടുത്തത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇനി കറണ്ട് അഫയേഴ്സിന്റെ സെക്ഷനിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ കേരളാസ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂൾ, AI സ്കൂളുമായി ബന്ധപ്പെട്ട്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ പാർട്ട് ഓഫ് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ റിഫോംസ് ഓഫ് ദ കേരള ഗവൺമെന്റ്. ദ സ്കൂൾ ഫങ്ഷൻസ് അണ്ടർ ദ കേരള ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ആൻഡ് എഡ്യൂക്കേഷൻ കൈറ്റ്. The initiative aimed to introduce artificial intelligence learning at the school level. താഴെ പറയുന്ന ഏതൊക്കെയാ? കേരള സർക്കാരിന്റെ ഡിജിറ്റൽ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് ഇത് സ്ഥാപിച്ചു. ഈ സ്കൂൾ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. സ്കൂൾ തലത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠനം അവതരിപ്പിക്കുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നമുക്കറിയാത്തൊരു സംഭവം. ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഏകദേശം കറക്റ്റായിട്ട് കണക്ട് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇതിലത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 1, 2, 3 അവിടെ എന്താ ശരിയാണ് എന്നുള്ളതാണ് കേട്ടോ. 1, 2, 3 എന്താ അവിടെ ശരിയാ. അടുത്തത് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ടോപ്ഡ് ദ നീതി ആയോഗ് SDGs ഇന്ത്യ ഇൻഡെക്സ് 2023-24. നീതി ആയോഗിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, അതാണ് SDG എന്ന് പറഞ്ഞത് കേട്ടോ. ഇൻഡെക്സിൽ 2023-24 1-ാം സ്ഥാനം നേടിയ ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ആ ഇൻഡെക്സ് ഫുള്ളായിട്ട് ഇപ്പൊ നോക്കണമെന്നില്ല, ഈ ഒരു ക്വസ്റ്റ്യൻ ഇതേ ഫാക്റ്റ് ആയിട്ട് പഠിച്ചിരുന്നാൽ മതി. ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാ? നമ്മുടെ കേരളമാണ് ടോപ്പായിട്ട് എത്തിയേക്കുന്നത് കേട്ടോ. അടുത്തത് നമ്മുടെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ദ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആർ ഓർഗനൈസ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ഓഫ് സ്പോർട്സ്. അപ്പോൾ സ്പോർട്സ് മന്ത്രാലയമാണ് നടത്തുന്നത്. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഗെയിം ഈസ് ടു പ്രൊമോട്ട് ഗ്രാസ് റൂട്ട് ലെവൽ സ്പോർട്സ് ആൻഡ് ടാലന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ, അതായത് താഴെ തട്ടിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ സ്പോർട്സ് ടാലന്റുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. 25 വയസ്സിന് മേലെയുള്ള ആളുകൾക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞേക്കുന്നത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ. ഓക്കെ, അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഗതി വായിക്കുമ്പോൾ തന്നെ നമുക്കത് റോങ് ആണെന്ന് അറിയാൻ പറ്റും. 25 വയസ്സിന് മേലെയുള്ളവരോടൊന്നും നമ്മൾ അങ്ങനെ ഒരു സ്പോർട്സിൽ എന്ത് ചെയ്യാറില്ല, സാധാരണ പറയാറില്ല. 25 വയസ്സിന് മേലെ ഉണ്ടെങ്കിൽ ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1ഉം 2ഉം മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവിടെ വരുന്നത്. ഓക്കെ, സോ ക്ലിയർ ആണ്, വേറെ ഡൗട്ട് ഒന്നും ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. സോ 1ഉം 2ഉം മാത്രമാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്തത് ഈ ലാസ്റ്റ് ഇയറിൽ കഴിഞ്ഞാണ് നമ്മുടെ ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ്, വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ്. അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ബൈ ദ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. ICC ആണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. ഓസ്ട്രേലിയ ഈസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ടീം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ ടൂർണമെന്റ്. ഓസ്ട്രേലിയ ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ വിജയങ്ങൾ നേടിയേക്കുന്നത്. The tournament is conducted once every 2 years. എല്ലാ 2 വർഷം കൂടുമ്പോഴാണ് ഇത് കണ്ടക്ട് ചെയ്യാറുള്ളത്. ക്രിക്കറ്റ് വേൾഡ് കപ്പ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അവിടെ ICC വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് അത് എല്ലാ വർഷവും എല്ലാ തവണയും കണ്ടക്ട് ചെയ്യാറുള്ളത് 4 വർഷം കൂടുമ്പോഴാണ് സാധാരണ കണ്ടക്ട് ചെയ്യാറുള്ളത്. ലാസ്റ്റ് തവണ ഇന്ത്യ ആയിരുന്നു അതിൽ വിജയിച്ചത്.
ഓസ്ട്രേലിയയെ ഇന്ത്യ സെമി ഫൈനലിൽ തോൽപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇന്ത്യ ആയിരുന്നു ആ ഒരു ടൂർണമെന്റിലെ വിന്നർ ആയത്. അപ്പോൾ 2 വർഷം കൂടുമ്പോഴല്ല 4 വർഷം കൂടുമ്പോഴാണ് നടത്താറുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിജയിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയാണ്, ICC ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇവിടെയും അതേപോലെ തന്നെ ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആണ്, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ് കേട്ടോ. ഈ ടൂർണമെന്റ് 2 വർഷത്തിൽ ഒരിക്കൽ നടത്തപ്പെടുന്നു എന്ന് പറയുന്നത് തെറ്റാണ്, ആദ്യത്തെ 2 എണ്ണമാണ് കറക്റ്റ്. സോ അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഫാക്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കിയേക്കാം കേട്ടോ. ഹോസ്റ്റ് ചെയ്ത കൺട്രീസ് ഇന്ത്യയിലാണ്, ഇന്ത്യയും ശ്രീലങ്കയും കൂടിയാണ്. ഇന്ത്യയാണ് വിജയിച്ചത്, റണ്ണറപ്പ് അവിടെ സൗത്ത് ആഫ്രിക്കയായിരുന്നു, ഷെഫാലി വർമ്മയായിരുന്നു അതിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആയത്, പ്ലെയർ ഓഫ് ദ സീരീസ് ആയത് ദീപ്തി ശർമ്മയായിരുന്നു കേട്ടോ. 17 വിക്കറ്റാണ് ദീപ്തി ശർമ്മ ആ ഒരു ടൂർണമെന്റിൽ എടുത്തത്. ഓക്കെ, പിന്നെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയത് ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച ലോറ വോൾവാട്ട് ആയിരുന്നു. ഓക്കെ, സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു. ആ ഒരു പ്ലെയർ അതിൽ ഔട്ട് ആയതോടുകൂടിയാണ് ഇന്ത്യക്ക് പതിയെ വിന്നിംഗ് ഹോപ്പ് ഒക്കെ എന്ത് ചെയ്തത്, കിട്ടി തുടങ്ങിയത്. ഓക്കെ, കഴിഞ്ഞ വർഷം നമ്മുടെ ന്യൂസിലൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന കാര്യമാണ്. കഴിഞ്ഞു. അടുത്തത്, ഹൂ എമംഗ് ദ ഫോളോയിങ് നോട്ട് വോൺ ദ നൊബേൽ പ്രൈസ് ഇൻ കെമിസ്ട്രി? കെമിസ്ട്രിയിൽ നൊബേൽ പ്രൈസ് കിട്ടാത്തത് താഴെ പറയുന്നവയിൽ ആരാണ് 2025? സോ നൊബേൽ പ്രൈസിൽ നിന്നൊക്കെ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ സെക്ഷനിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ പക്കയായിട്ട് നോക്കിക്കൊള്ളണം ഇതിൽ ആരാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ കറണ്ട് അഫയേഴ്സിൽ ഇത് നോക്കി ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ ആൻസർ ചെയ്യാനായി പറ്റുള്ളൂ. സോ ഇതിൽ പീറ്റർ ഹോയിറ്റ് ആണ് ഈ കൂട്ടത്തിൽ പെടാത്തതായിട്ടുള്ളത്. അപ്പോൾ ഈ പീറ്റർ ഹോയിറ്റ് എന്ന് പറയുന്നത് എക്കണോമിക്സിലാണ് നൊബേൽ കിട്ടിയേക്കുന്നത്, എക്കണോമിക്സിലാണ്. അപ്പോൾ ഓരോന്നിലും നൊബേൽ പ്രൈസ് കിട്ടിയത് ആരാണ്, എന്തിനാണ് അവർക്ക് അവാർഡ് ചെയ്തേക്കുന്നത് എന്നുള്ളത് ഓരോ സബ്ജക്റ്റിലും, 6 സബ്ജക്റ്റിലാണ് സാധാരണ നൊബേൽ കൊടുക്കാറുള്ളത്. 6 പേരുടെയും അതേപോലെ അവാർഡ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്രോപ്പർ ആയിട്ട് നോക്കി വെച്ചേക്കുക പേര്, ചിലപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കുള്ളൂ ചിലപ്പോൾ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡെയിലി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ OMR എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ശരിക്കും നമ്മുടെ USSXന്റെ എക്സാമിന്റെ OMR എങ്ങനെയായിരിക്കും അതേ ഒരു മോഡൽ OMR പ്രിന്റ് എടുക്കാനായിട്ട് ഓൾറെഡി തന്നിട്ടുണ്ടാവും. അത് പ്രിന്റ് എടുത്തിട്ട് എക്സാം എഴുതേണ്ട ക്വസ്റ്റ്യൻ പേപ്പറും ഇത്ര ടൈം കഴിയുമ്പോൾ അതിന്റെ ആൻസർ ക്യൂ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ആൻസർ ക്യൂയും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട്, നമ്മുടെ റേഞ്ച് എവിടെയാണ് എന്നുള്ളതൊക്കെ അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ സെക്ഷനിൽ സയൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് അവിടെ കാണിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലുള്ള ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യനുകളൊക്കെയാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നമ്മൾ പഴയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ടിരിക്കരുത്, ഇതേപോലെയുള്ള ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് കൂടെ എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ടുള്ളവർ, താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, പിന്നെ ഈ വരുന്ന ഫെബ്രുവരി 14-ാം തീയതി, 26-ാം തീയതിയാണ് നമ്മുടെ എക്സാം എന്നറിയാം. 14-ാം തീയതി നമ്മൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് നമ്മുടെ വേണമെങ്കിൽ ഓൾ കേരള ലെവലിൽ തന്നെ പറയാം, നമ്മൾ ഒരു ഓൺലൈനായിട്ട് നമ്മുടെ USSന്റെ മോഡൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സാമിൽ എക്സാം എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. പേപ്പർ 1ന്റെയും പേപ്പർ 2ന്റെയും എക്സാം അതിലുണ്ടായിരിക്കും. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്കൊരു മോഡൽ എക്സാം എഴുതാനായിട്ട് കിട്ടുന്ന ഒരു ചാൻസ് ആണ്. നമ്മൾ ഒരാളും എന്ത് ചെയ്യരുത്, വിട്ടുകളയരുത്. അപ്പോൾ US എക്സാം സീരിയസ് ആയിട്ട് കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും അവർ എക്സാം എഴുതി നോക്കുക. കാര്യം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ റേഞ്ച് എന്താണ് എന്നറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എക്സാംസ് എഴുതിയേ തീരുള്ളൂ. ഓക്കെ, എക്സാംസ് എഴുതിയാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഉള്ള ക്ലാസ്സുകൾ, ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസും അതേപോലെ ഏതൊക്കെ സെക്ഷൻസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, US എക്സാമുമായി ബന്ധപ്പെട്ട ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇതെന്ത് ചെയ്യും, എല്ലാ ദിവസങ്ങൾ മാക്സിമം ആഴ്ചയിൽ 2, 3, 4 ക്ലാസ്സുകൾ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ കാണാൻ നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് ഒക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ശരിയായി എന്നുള്ളത് കൂടെ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇതേപോലെയുള്ളൊരു ക്ലാസ് ആയിട്ട്, മറ്റൊരു ക്ലാസ് ആയിട്ട് നമുക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ കാണാം. സോ അതുവരെ ടാറ്റാ.